അതായത് ആരോ പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി പറഞ്ഞു, അപ്പം അങ്ങനെ. എന്നാൽ ആ തേർഡ് പാർട്ടിയുടെ പേര് പറയൂ. അത് ഏഷ്യാനെറ്റിന്റെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ അത് പേര് പറയണം. ഞാൻ ഇടികൊണ്ടോട്ടെ, തന്നെ കൊണ്ട് വലിയ ശല്യമില്ല. ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശോഭ അങ്ങനെ വ്യക്തിപരമായി ഇതിനു മുമ്പ് ഇത്തരം ഒരു വിഷയം കേട്ടിട്ടേ ഇല്ല എന്നാണോ? കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ഞാൻ പോത്തില്ലല്ലോ. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ ഒരു ടോക്സിസിറ്റി എന്തായാലും ഇത് പുറത്ത് വരുമ്പോൾ എനിക്ക് അത്രമാത്രം സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ PR വഴി വന്നിട്ടുള്ള ഡീഗ്രേഡിങ് എനിക്ക് തോന്നുന്നു സീസൺ 5 ഏറ്റവും കൂടുതൽ തന്നെ അകത്തും പുറത്തും മനസ്സിലായി. അതന്നത്തെ ചോരത്തിളപ്പിന് റോബിൻ നമ്മുടെ സീസണിൽ വന്നിരുന്നു, ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചായിരുന്നു. അതെല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിനെ പുറത്താക്കിയിട്ട് മറ്റേ വ്യക്തി പുറത്തു പോയിട്ടില്ല, അഖിൽമാരാർ പുറത്തു പോയിട്ടില്ല. അപ്പൊ അത് എന്ത് രീതിയിലും ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ശേഷം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മനസ്സിലായില്ലേ? കപ്പ് ഞാൻ തന്നെ കൊണ്ടു. അപ്പൊ അവിടെയൊക്കെ ആർക്കുള്ള സപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടെന്ന് കരഞ്ഞൂടാ കേട്ടോ. അത്രത്തോളം വിഷമമുണ്ടായിരുന്നു. ഐ ഫെൽ ദാറ്റ് അത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു എന്റെ അടുത്ത് അൺഫെയർ ആയിരുന്നു ചാനൽ കാണിച്ചതെന്ന് എനിക്ക് തോന്നി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. എന്ന് പറഞ്ഞാല് ശോഭ പറയുന്നത് അഖിൽമാരാറിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്, ശോഭയാണ് മാനസികമായിട്ട് അവർ തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ വഴക്ക് കേൾക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എന്റെ സീസണിൽ ഞാനാണ്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പിന്നെ എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഞാനത് വളരെ സിമ്പിളായിട്ട് എടുക്കുള്ളായിരുന്നു. വഴക്ക് ചെയ്യണമെന്നുള്ളത് എൻ്റെ തീരുമാനം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.